എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെയും കൂടെ ശവസംസ്കാര ശുശ്രൂഷ എന്ന ചുങ്കത്തുള്ള ജ്ഞാനായ കത്തോലിക്ക ചർച്ചിൽ വെച്ചിട്ട് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അവിടെ വളരെ എന്താ പറയുക, സംഭവവികാസങ്ങളൊക്കെ അവിടെ അരങ്ങേറി കേട്ടോ. നമ്മുടെ ഭർത്താവായ, അതായത് നമ്മുടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവായ നോബി എന്ന് പറയുന്നവനും അവൻ്റെ വീട്ടുകാരുമൊക്കെ സ്പെഷ്യൽ പോലീസ് പ്രൊട്ടക്ഷനോടെ അവിടെ വന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു കരുണ ആ സ്ത്രീയോട് കാണിക്കാത്ത, ആ കുഞ്ഞുങ്ങളോട് കാണിക്കാത്ത ഇവനൊക്കെ അവസാനം ചിന്നിച്ചിതറിയ ബോഡി എന്ന് വെച്ചാൽ അവർക്കൊരു മുഖം പോലും അവരുടെ വെളിയിൽ കാണുവാനില്ല. കാരണം അത്രയും ചിന്നിച്ചിതറി കുറച്ച് മാംസ കഷ്ണങ്ങൾ മാത്രം പെറുക്കി കൂട്ടി ഒരു ശവപ്പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് ഇവനും ഇവൻ്റെ കുടുംബക്കാരും ഒക്കെ പോലീസ് പ്രൊട്ടക്ഷനോടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ളവരൊക്കെ കൂടെ അലമുറയിട്ട് അവർ ചോദിച്ചു, നോബി നീ എന്തിനാടാ വന്നതെന്ന് ഇവനോട് ചോദിച്ചു. എന്നാൽ ഇവൻ അവിടെ നിന്നുകൊണ്ടൊരു ആക്ഷൻ കാണിക്കുക കേട്ടോ. എന്നുവെച്ചാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്ഷൻ അവിടെ നിന്നുകൊണ്ട് കാണിച്ചിട്ട് ഇവനൊന്ന് ചെറിയ വിതുമ്പലൊക്കെ അവിടെ കാണിക്കുന്നത് കണ്ടു. ജീവിച്ചിരുന്നപ്പോൾ ഒരൊറ്റ കരുണ ആ സ്ത്രീയോടും ആ കുഞ്ഞുങ്ങളോടും ഇവൻ കാണിച്ചിരുന്നുവെങ്കിൽ അവരിന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമായിരുന്നു അല്ലേ. അവരുടെ രണ്ട് ചിറകുകളും, ആ സ്ത്രീയുടെ രണ്ട് ചിറകുകളുമാണ് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ അരിഞ്ഞു കളഞ്ഞത്. എന്ന് വെച്ചാൽ കത്തനാരെന്ന് പറയുന്ന ടീം എന്നാ ചെയ്തെന്നറിയാവോ? ഈ സ്ത്രീ പിന്നെ അവിടുന്ന് ഇവരിറങ്ങിപ്പോകുന്നതല്ല കേട്ടോ. അതിനകത്തും ഒരു സത്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഭയങ്കരമായിട്ട് കെട്ടിയവൻ 3 മാസം കൂടുമ്പോൾ ലീവിന് വരും. ലീവിന് വന്നു കഴിയുമ്പോൾ നന്നായി മദ്യപിച്ച് കൂട്ടുകാരുമൊക്കെ ആയിട്ട് വന്നിട്ട് ഓരോ റൂമുകൾ മാറിയിട്ട് ഈ സ്ത്രീനെ അവൻ അടിക്കുമായിരുന്നു. അടിച്ച അവസാനം ഇതിനെ കൊല്ലാനൊക്കെ ശ്രമിച്ചപ്പോൾ ഏതോ ഒരു അനിയൻ, അത് ഇനി ഇവൻ്റെ അനിയനാണോ ഈ പെണ്ണിൻ്റെ അനിയനാണോ എന്ന് അറിഞ്ഞൂടെ, ആരായാലും ഏതോ ഒരു അനിയൻ വരെ ചോദിച്ചു, നീ എന്താടാ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവസാനം അനിയൻ്റെ വീട്ടിലെങ്ങാണ്ട് ഒരു മോളുണ്ടായിരുന്നു, അതിനെ വിളിക്കാൻ വേണ്ടി ഷൈനി എന്ന് പറയുന്ന സഹോദരി പോയ സമയത്ത് ഇവൻ എന്ത് ചെയ്തു, ഈ നോബി എന്ന് പറയുന്നവൻ ഈ പെണ്ണിൻ്റെ വീട്ടിൽ വിളിച്ചു. അതായത് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ വിളിച്ചു. അവിടെ ക്യാൻസർ പേഷ്യൻ്റായ ഒരു അമ്മയും അപ്പനും മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ബാക്കി 2 സഹോദരങ്ങളുള്ളത്, ചെറുക്കന്മാർ 2 പേര് വിദേശത്താണ്. ബാക്കി എന്താ പറയുക, ബാക്കിയുള്ളത് 3 പെണ്ണുങ്ങളാണ്. അവരെ കെട്ടിച്ചയച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരുടെ ആ വീട്ടിൽ ചെന്ന് വെച്ചാൽ നിരാലംബരായ അപ്പൻ്റെ അമ്മയുടെയും അമ്മേനെയും വിളിച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തി അവരോട് പറഞ്ഞു, മകളെ ജീവനോടെ വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർ പേടിച്ച് വേഗം ഇതിനെയും കൂട്ടിപ്പോയി. അങ്ങനെയാണ് ഇവർ പേരൻസിൻ്റെ കൂട്ടത്തിൽ പോവുകയും ഇവൻ്റെ പീഡനം മാറി അത് കൊലപാതകത്തിലേക്ക് ഇവൻ്റെ ചെയ്തികൾ മാറുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഇവരെന്ത് ചെയ്തത്, കോടതിയിൽ കൂട്ടി കേസ് ഫയൽ ചെയ്തത് കേട്ടോ. അതിനു മുൻപേ വേറൊരു സംഭവമൊക്കെ ഉണ്ടായി. ഈ കത്തനാരെന്ന് പറയുന്നവൻ ഒരു LLB ഒക്കെ എടുത്തവനാണ്. ഇവൻ എന്ത് ചെയ്തെന്നറിയാവോ? ഇവൻ അവിടെ വന്നിട്ട് ആ മകനെയും കൊണ്ട്, അതായത് ഇവർക്ക് 14 വയസ്സുള്ളൊരു മകനുണ്ടല്ലോ, ആ മകനെയും കൊണ്ട് അമ്മയ്ക്കെതിരെ ആ മകനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ മകനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുപ്പിച്ചു കേട്ടോ. അമ്മ ഉപദ്രവിച്ചു, അമ്മയെ കാലും കൊണ്ട് തട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാലും ഇടയ്ക്ക് തൊഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസൊക്കെ ഈ സ്ത്രീക്കെതിരെ കൊടുപ്പിച്ചു. അങ്ങനെ വളരെ എല്ലാ വിധത്തിലും ഈ സ്ത്രീ മാനസികമായി തകർന്നിരിക്കുകയാണ്. അവർക്ക് ആദ്യമായിട്ടുണ്ടായൊരു ആദ്യത്തെ കൺമണിയാണല്ലോ ഈ മകൻ എന്ന് പറയുന്നത്. അതിനെപ്പോലും തന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോൾ അവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും. എന്നിട്ടും അവരെന്ത് ചെയ്തു, ആ 2 പെൺകുഞ്ഞുങ്ങളെയും അകലെ നിന്നെങ്കിലും തൻ്റെ മകനെ ഒന്ന് കാണാമല്ലോ എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് അവർ ജീവിക്കുവാൻ വേണ്ടി പൊരുതുവാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവരുടെ ഇവിടെ ചെന്നത്. എന്താണ്, നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ അവരെന്ത് ചെയ്തു, ഇവരുടെ തന്നെ ആണല്ലോ, ജ്ഞാനായക്കാരുടെ തന്നെയാണ് കാരിത്താസ് ഹോസ്പിറ്റലിൽ. അവിടെ അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നു. അപ്പോൾ അവരുടെ ഇറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തെറ്റാണ്. ഇവരവിടെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ഇവർക്ക് അവർ ജോലി കൊടുത്തിട്ട് ഇവരോട് ഇൻ്റർവ്യൂവിന് കഴിഞ്ഞിട്ട് ഇവരോട് ഒരു ഡേറ്റിൽ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ ജോയിൻ ചെയ്യേണ്ട ഡേറ്റിൽ ഇവർ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് ഇവർ പറയുന്നത്, നിനക്ക് ജോലി തരാൻ, നേഴ്സായിട്ട് ജോലി തരാൻ പറ്റത്തില്ല, നീ വേണമെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ഇവിടെ ജോലി ചെയ്തോ എന്ന് അവരോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ അവർ വേണ്ട, ഞാൻ വേറെ ജോലിക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി നിരസിച്ച് അവിടെ ഒന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആദ്യം ജോലി കൊടുത്ത കാരിത്താസ് ഹോസ്പിറ്റലുകാർ പിന്നീട് ജോലി കൊടുക്കാതിരുന്നത് എന്തിനാണ്, നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ചെയ്തോ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കത്തനാർ, അതായത് ഈ സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനായ കത്തനാർ ഇവർക്കെതിരെ അവിടെ വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി. കാരണം ഇയാൾ അവിടുത്തെ കൊണാണ്ടറാണല്ലോ, ഇയാൾ പിന്നെ ഇതാണല്ലോ എന്തെന്നാ അഡ്വക്കേറ്റൊക്കെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഇവർക്ക് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ടാകും. കാരണം അഭയ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനൊക്കെ വാദിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ ഇയാളൊന്നുമല്ല വാദിക്കുന്നത്, എന്നാലും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അഡ്വക്കേറ്റുമാർ അവർക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഇവനെ അവരിങ്ങനെ കോട്ടയം രൂപത ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് എന്തായാലും ഇവൻ്റെ വാക്ക് കേട്ടപ്പം കാരിത്താസുകാരാകെ ഫ്ലാറ്റായി. അങ്ങനെയാണ് ഈ സ്ത്രീക്ക് ജോലി കൊടുക്കാതിരുന്നത്. അതിനുശേഷം ഈ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാം, അവിടെയും കൊണ്ട് പോരാ
പോരാട്ടം അവസാനിച്ചില്ല കേട്ടോ. ഇവരതിനുശേഷം ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാലിയേറ്റീവ് കെയർ അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കയറി. അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയും ഇവർ രക്ഷപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് ഈ കത്തനാർ, അതായത് ഈ ഭർത്താവിൻ്റെ ചേട്ടനായ കത്തനാർ അവിടെയും വിളിച്ച് ഇവർക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ഇവള് ശരിയല്ല, അവള് വീട്ടിൽ നിന്നൊക്കെ പിണങ്ങി വന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരെക്കുറിച്ചുള്ള മോശമായ അഭിപ്രായങ്ങൾ അവിടെ പറയുകയും അങ്ങനെ അവർക്ക് ആ ജോലിയിൽ നിന്ന് പോലും അവർക്ക് ഇറങ്ങിപ്പോരേണ്ട ഒരു അതിദാരുണം അവസ്ഥ അവരുടെ മുൻപിലുണ്ടായി. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ 2 ചിറകുകളും ഒരു വിധത്തിലും പറക്കുവാൻ കഴിയാതെ അവരുടെ 2 ചിറകുകളെയും അവർ അരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഒരു വിധത്തിലും ഇവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്, എന്ന് വെച്ചാൽ എവിടെ ഇവർ ഏത് ജോലിക്ക് കയറിയാലും ഈ കത്തനാരവിടെ ഉടക്കായിട്ടിറങ്ങും. അതുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലായി ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൂടാതെ 3 ലക്ഷത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ 3 ലക്ഷത്തിൻ്റെ കടം കിടക്കുന്നു, മകനെയും കൊണ്ട് കേസ് പിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പല വിഷയങ്ങളുടെ നടുവിൽ ജീവിക്കുവാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇവർ എത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് ആ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവർ ആ ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇനി ഈ കത്തനാരെന്ന് പറയുന്ന ആൾ ദൈവവിളി അങ്ങ് മൂത്തിട്ട് പോയിട്ട് അച്ഛനായതൊന്നും അല്ല കേട്ടോ. ഈ പുള്ളി ആദ്യം നമ്മൾക്കറിയാം മിക്ക കത്തോലിക്ക കുടുംബങ്ങളിലും ഈ ആൺമക്കളെ ഇങ്ങനെ കുറച്ച് നാളത്തിന് സെമിനാരിയിലോട്ട് വിടും, ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് വിടും, അച്ഛനാക്കാൻ വേണ്ടിയിട്ടല്ല വിടും. അങ്ങനെയാണ് ഈ കത്തനാരെയും അങ്ങോട്ട് വിട്ടത്. കത്തനാർ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെമിനാരി പഠനമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് അപ്പനാദേശ്, അതായത് നമ്മുടെ ജ്ഞാനായ കത്തോലിക്സിൻ്റെ ഒരു പത്രമാണ് അപ്പനാദേശ് എന്ന് പറയുന്നത്, അതിനകത്ത് ഇയാൾ എന്തിട്ടു, കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യം ചെയ്തു. വധുവിനെ തേടുന്നു എന്ന് പറയുന്നുള്ള പരസ്യമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഇവരുടെ കുടുംബചരിത്രം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടെ, എന്തായാലും ഈ അപ്പൻ, അതായത് ഈ കത്തനാരുടെ തന്ത എന്ന് പറയുന്ന പുള്ളി ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റാണ്. പക്ഷേ ക്യാൻസർ പേഷ്യൻ്റ് ആകുന്നതിന് മുൻപേ 2 കാലിൽ എഴുന്നേറ്റ് നടന്നപ്പം പുള്ളി നല്ല ജഗജില്ലിയായിരുന്നെന്നാണ് പറഞ്ഞ്, വെമ്പർനോത്തിനെ നല്ലപോലെ കൈകാര്യം ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞ്. അത് കണ്ടിട്ടാണല്ലോ ഈ ഭർത്താവായവനും ഭാര്യയെ ഇടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് ഭർത്താവിനെ കുറ്റം പറയുന്നില്ല, ഭർത്താവിൻ്റെ അപ്പൻ കാണിച്ചു കൊടുത്ത മാതൃകയാണ് ഭർത്താവ് ചെയ്തത്. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അമ്മായിമ്മ എന്ന് പറയുന്നത് തീരെ കുറഞ്ഞ പുള്ളിയല്ല, അമ്മായിമ്മ നല്ല ജഗജില്ലിയായിരുന്നു, നല്ല അമ്മായിമ്മ പോര് എടുക്കുമായിരുന്നു. അമ്മായിമ്മ യാതൊരു വിധത്തിലും ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുത്ത സ്ത്രീ ആയിരുന്നില്ല. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കും എന്തായാലും ഈ കത്തനാർക്ക് പെണ്ണ് കിട്ടിയില്ല. അവസാനം പെണ്ണ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും കത്തനാർ വീണ്ടും എങ്ങോട്ട് തന്നെ പോയി, തിരിച്ച് സെമിനാരിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അങ്ങനെയാണ് ഈ പുള്ളി കത്തനാരായിട്ട് മാറിയത് കേട്ടോ. അല്ലാതെ ദൈവവിളി അങ്ങ് മൂത്ത് പുള്ളി കത്തനാരാകാൻ പോയതല്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ പുള്ളിക്കൊണ്ട്, അതുകൊണ്ടാണ് അനിയൻ്റെ കുടുംബത്തിൽ കയറി ഈ പുള്ളി ഇത്രയും കളിച്ചത്. അനിയൻ്റെ കുടുംബം ഛിന്ന ഭിന്നമാക്കുവാൻ വേണ്ടിയിട്ട് ഈ പുള്ളി കടന്ന് കളിച്ചത്. ഇങ്ങനെ പോലീസ് സ്റ്റേഷനുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ പോലീസുകാർ തൻ്റെ മുൻപിൽ വരുന്ന കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും ഒത്തുതീർപ്പാക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അവർ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കെട്ടിയനെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഈ കത്തനാർ വിടിയല്ല. കത്തനാരാണ് കയറി, കാരണം അഡ്വക്കേറ്റ് ആണല്ലോ, അതുകൊണ്ട് അയാൾ ഇങ്ങനെ കയറി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഈ അച്ഛന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഏമാമാരും കുറച്ചൊന്ന് മുട്ടുമടക്കുമല്ലോ. അങ്ങനെ കുറച്ച് പേര് അങ്ങനെ എന്തായാലും അവിടെയൊക്കെ ഇയാൾ കുടുംബ പ്രശ്നം കൂടുതൽ വഷളാക്കിക്കൊണ്ടേയിരുന്നു. എന്തായാലും ഇയാളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ആ കുടുംബത്തിൽ ഇയാൾ തീർത്തു എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ഇപ്പോൾ കത്തനാർ ഇവിടെ പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയയിലാണ്. അവിടെയുള്ള കുഞ്ഞാടുകളെ ഉദ്ധരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. എനിവേ എന്തായാലും ഇവർ മരിക്കുന്നതിന് മുൻപേ ഈ നോബി എന്ന് പറയുന്നവൻ അവിടെ ഉണ്ടായിരുന്നു. മരിക്കുന്ന സമയത്തും ഈ നോബി എന്ന് പറയുന്ന കെട്ടിയവൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഇവരെ വിളിച്ചോ ഇവരുടെ കുടുംബത്തിൽ ചെന്നോ ഒക്കെ ഇവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ആ കുഞ്ഞുങ്ങളെയും പിടിച്ചു പോയിട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇനി കത്തനാർക്കെതിരെയോ ഈ നോബിക്കെതിരെയോ പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ, കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതൊന്നും അന്വേഷിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഇത് എല്ലാം ഒതുക്കുമല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഞാൻ ഈ കെട്ടിയോൻ്റെ പിക്ചറാണ് അന്വേഷിച്ച് നടന്നത്. കാരണം അച്ഛൻ്റെ പിക്ചർ എല്ലാവർക്കും കിട്ടി. ഈ കെട്ടിയോൻ്റെ പിക്ചറാണ് ഞാൻ ഇതിനകത്ത് തമ്പനിയിൽ കൊടുത്തിരിക്കുന്ന. ഈ കെട്ടിയോൻ്റെ പിക്ചറാണ് കേട്ടോ. അവൻ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, കെട്ടിയോനോടാണ് പറയാനുള്ളത്, എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരുത്താനാവാത്ത വലിയൊരു തെറ്റ് ചെയ്തു. അതിനകത്ത് നിങ്ങളുടെ ചേട്ടൻ കത്തനാർക്ക് നല്ല റോളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങളൊന്ന് മാനസാന്തരപ്പെടും. ഇനിയെങ്കിലും നിങ്ങൾ കുടിയൊക്കെ ഉപേക്ഷിച്ച് ഒരു മകനുണ്ടല്ലോ, ആ മകനോടെങ്കിലും കരുണ കാണിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇനിയുള്ള നിങ്ങളുടെ ജീവിതമെങ്കിലും എന്താണ് ആ ഒരു മരണപ്പെട്ടു പോയവരോടുള്ള അവരോടുള്ള ഒരു കരുണയാകട്ടെ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതമെന്ന് ഞാൻ ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപദേശം തരികയാണ് കേട്ടോ. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്നു, പാപികളെയും സ്നേഹിക്കുന്നു. പക്ഷേ പാപികളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പാപി എന്താകണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിലും നിങ്ങളുടെ മുൻപിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. കാരണം ഇതിനകത്ത് റോള് മുഴുവൻ മറ്റേ കത്തനാർക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ
അത്രയങ്ങ് കുറ്റം വിധിക്കാത്തത്. കാരണം സ്വന്തം അപ്പനും അമ്മയും എന്താണോ ചെയ്തത് അതാണല്ലോ മക്കൾ കാണുന്നത്. അപ്പോൾ സ്വന്തം അപ്പൻ ഭാര്യനെ ഇടിക്കുകയും ചെയ്യുന്ന ഒരു മെനകെട്ട അപ്പനായിരുന്നു. അതുകൊണ്ടാണ് മക്കളും അത് കണ്ട് സ്വന്തം ഭാര്യനെ അടിക്കുവാനും ഇടിക്കുവാനുമായിട്ടൊക്കെ ഇടയായി തീർന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അയാളെ പൂർണ്ണമായിട്ട് കുറ്റം വിധിക്കുവാൻ പറ്റത്തില്ല. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് രണ്ടാമത് പറയുവാനുള്ളത്, ഈ സ്ത്രീനെ, ഈ ഷൈനി എന്ന് പറയുന്ന സ്ത്രീനെ ഇവർ എത്രയോ ലക്ഷങ്ങൾ മുടക്കി, അല്ലെ നേഴ്സുമാർ GNM ആകട്ടെ BSc നേഴ്സാകട്ടെ ലക്ഷങ്ങൾ മുടക്കി വേണം പഠിപ്പിക്കാൻ. ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവരെ പഠിപ്പിച്ചത്. എന്നിട്ട് പഠിപ്പിച്ചിട്ട് ഇവർ ആ വീട്ടിൽ പോയി അവിടെ അടുക്കള വേലക്കാരിയായിട്ട് നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ അവർക്ക് വന്നു. ഇനി എനിക്ക് പറയുവാനുള്ളത് പേരൻസിനോടാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള വീടുകളിലേക്ക് നിങ്ങൾ വേലക്കാരായിട്ട് അവരെ അയക്കാതിരിക്കുക. ഓക്കെ, അവരെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നതിന് മുൻപേ ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം ഈ അമേരിക്കയിൽ നിന്നും UK നിന്നും കാനഡയിൽ നിന്നും ഒക്കെ കുറേ അവന്മാർ കുറ്റിയും പറിച്ചു വരുന്നുണ്ട് നേഴ്സിനെ കെട്ടാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഒറ്റ ഡിമാൻഡാണ് നേഴ്സ് മതി. എന്തിനാണ്? ഒന്നെങ്കിൽ ഇവന്മാർക്ക് പൈസയോടുള്ള ആർത്തി കൊണ്ട്, നേഴ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി പൈസയോടുള്ള ആർത്തി കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് വേണ്ടുന്നത്, ഇവന്മാർക്ക് അവരെ ഒഴുകതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ട് നേഴ്സിനെ കൊണ്ടുപോയി നേഴ്സിൻ്റെ പൈസ കൊണ്ട് അവിടെ സുഖിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നേഴ്സുമാരെ കെട്ടാൻ വേണ്ടിയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ അവർ സ്നേഹം കൊണ്ട് വരുന്നതല്ല കേട്ടോ. അവർക്ക് വേണ്ടുന്നത് ഒരു വിൽപ്പന ചരക്കായ നേഴ്സിനെ മാത്രമാണ് അവർക്ക് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് നേഴ്സിനെ അന്വേഷിച്ച് ഏതെങ്കിലും UK കാരനും കാനഡക്കാരനോ അമേരിക്കക്കാരനോ ഒക്കെ വരുമ്പോൾ ഒന്നും നോക്കാതെ അങ്ങ് പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കരുത് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ന്യൂസ് നമ്മൾ കണ്ടു. ഒരു അമേരിക്കക്കാരൻ ഒരു നേഴ്സിനെ കെട്ടിക്കൊണ്ടുപോയി അവസാനം അവൻ അവിടെ വെച്ചിട്ട് ആ സ്ത്രീനെ എന്ത് ചെയ്തു, വെട്ടിക്കൊലപ്പെടുത്തുവാനൊക്കെ ഇടയായി തീർന്നൊരു ന്യൂസൊക്കെ നമ്മൾ കേട്ടും. അവിടെയും ഒരു കൈക്കുഞ്ഞ് അവശേഷിക്കുന്നുണ്ട് കേട്ടോ. അവരുടെയൊക്കെ കാര്യം എന്തായി എന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ അമേരിക്കയിലായതുകൊണ്ട് അവൻ അത്ര വേഗം ഒന്നും ഇറങ്ങി വരത്തില്ല എന്ന് നമ്മൾക്ക് സമാധാനിക്കാം. ഇതുപോലെ തന്നെയുണ്ട് വേറൊരു നേഴ്സിൻ്റെ അതിദാരുണമായ സംഭവമുണ്ട്. പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന, പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്ന ഒരു നേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അതിദാരുണമായൊരു സംഭവം കൂടിയുണ്ട്. അത് ഇതിനകത്ത് ഞാൻ പറയാൻ പോയാൽ വീഡിയോ നീണ്ടുപോകും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ആ വിഷയം കൂടെ പറയാം. കാരണം പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ആരും വിമർശനങ്ങൾക്ക് അതീതരൊന്നും അല്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ നഴ്സിംഗ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു വിൽപ്പന ചരക്കായി മാത്രം നിങ്ങൾ കാണാതിരിക്കുക. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് നിങ്ങളുടെ ബാധ്യത ഒഴിവാക്കുന്ന ഒരു വിധത്തിലേക്ക് നിങ്ങൾ നീങ്ങാതിരിക്കുക. പെൺകുഞ്ഞുങ്ങൾക്കൊരു ജോലി, അത് എന്തുമാകട്ടെ, ചെറുതും വലുതുമാകട്ടെ, ഒരു ജോലി അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ അവരുടെ കരത്തിൽ ഉണ്ടാകണം. എന്നിട്ട് അവരോട് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഈ കിട്ടാൻ വരുന്നവനോട് പറഞ്ഞു കൊടുക്കണം, ഇവളെ ഞങ്ങൾ വിടുന്നത് നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല, ഇവളെ വിടുന്നത് നിന്റെ ഭാര്യയായിട്ട്, അല്ലെങ്കിൽ ആ പേരൻസിനോട് പറയണം, നിങ്ങളുടെ ഒരു മകളായിട്ട് ഇവളെ കാണുമെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് ഇവളെ കെട്ടിച്ചയക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉറപ്പ് വരുത്തുക. അതിനുശേഷം അവർ ജോലിക്ക് പോകുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി അതൊന്നും പറ്റുന്നില്ല, ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ പോലെ അവിടെ ഇങ്ങനെ ഒരു വകം അടിമയെ പോലെ നിൽക്കാതെ, നിങ്ങൾ അവിടെ അടിമയാക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ, നിങ്ങളവിടെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെ നിന്ന് പുറത്ത് ചാടുവാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു ജോലി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നേഴ്സുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നേഴ്സുമാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഇവരിങ്ങനെ തേടി ഇറങ്ങുകയാണ്. നേഴ്സുണ്ടോ. പിള്ളേർ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേക്കും കല്യാണാലോചനകളുമായിട്ട് അമ്മാമ്മമാരും കൊച്ചപ്പന്മാരും ഒക്കെ കൂടി ഇറങ്ങുവാണ്. എന്തിനാണ്? നേഴ്സിനെ കെട്ടിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാകാത്ത വിവരമില്ലാത്ത പേരൻസ് വേഗമോ എൻ്റെ കുഞ്ഞ് ഏതാണ്ട് സംഭവമായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വരുന്ന ഒരുത്തൻ്റെ തലയിലേക്ക് കെട്ടിവെക്കും. അവസാനം ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ നമ്മളുടെ കുടുംബത്തിലുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി അടുത്തത്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സിസ്റ്റർ വല്ലാതെ കിടന്നങ്ങ് പിടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ബെസ്റ്റി എന്ന് പറയണം, SFC എന്ന് എഴുതിയേക്കുന്നത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ കന്യാസ്ത്രീയാണ്. കാരണം അത് ഏതിൻ്റെ സിമ്പലാണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം. SFC എന്ന് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എനിവേ അതവിടെ നിൽക്കട്ടെ. ഞാൻ ആ കോൺഗ്രിഗേഷൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം ഈ സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരുടെയും കൂട്ടത്തിൽ കുറേ പേരേ ഉള്ളൂ, കുറച്ച് പേര്, ഒരു 50% ദുഷ്ടന്മാരും ദുഷ്ടകളും ഉള്ളൂ. ബാക്കി 50% നല്ല ആൾക്കാരുണ്ട്. എത്രയോ നല്ല അച്ഛന്മാരെയും നല്ല സിസ്റ്റർമാരെയും ഞാൻ കണ്ടിരിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള ഒത്തിരി സിസ്റ്റർമാരെയും ഒത്തിരി അച്ഛന്മാരെയും എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഒരു 50% ഇതിനകത്ത് ക്രിമിനൽസ് മനസാക്ഷി മരവിച്ചതുമുണ്ട്. അതുപോലത്തെ ഒരെണ്ണമാണ് എന്താ പറയുക, ബെസ്റ്റി എന്ന് പറയുന്ന SFC എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തി അച്ഛനെ അങ്ങ് വെളുപ്പിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ അച്ഛനാണ് ആ കുടുംബം തകർത്തത്. അത് പുള്ളിക്കാരത്തിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ അങ്ങ് പറ്റുന്നില്ല. പുള്ളിക്കാരത്തി പറയുന്നത് കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ തലയിലോട്ട് അങ്ങ് വെച്ചോണം.
കന്യാസ്ത്രീ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. ഇവരുടെ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ കുടുംബത്തിലെ വില്ലൻ ആ അച്ഛൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല കേട്ടോ. നിങ്ങൾ ഒത്തിരി വെളുപ്പിക്കാൻ അങ്ങോട്ട് ഇറങ്ങാതെ. കാരണം ഈ അച്ഛന്മാരെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഒത്തിരി ഞൊളയ്ക്കാതെ അവിടെ നിൽക്കുക കേട്ടോ. കാരണം ഇവരിൽ നല്ലവരുമുണ്ട് ചീത്തയുമുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിഭാഗത്തിലും നല്ലവരുമുണ്ട് ചീത്ത ആൾക്കാരുമുണ്ട്. എല്ലാവരെയും ആക്ഷേപിക്കുകയില്ല. പക്ഷേ ഇതിനകത്ത് ഇത്ര ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം എനിക്ക് കുറേ പേര് പറയുന്നുണ്ട്, പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണമെന്ന്. അതെ, പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം. എന്തിനാണെന്നറിയാമോ? ആ വാഴ വെട്ടി ആ വാഴ കൊണ്ട് ആ തീ അണയ്ക്കാൻ ശ്രമിക്കണം. കെടുവോ കെടാതെ ഇരിക്കൂ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിനെ കെടുത്തുവാനായിട്ട് ശ്രമിക്കണം. അതിനെ തൻ്റെ ഇടം എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് എനിക്ക്, ഇവരെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, നട്ടല്. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ആ പെൺകുഞ്ഞുങ്ങൾ അവരെൻ്റെ ആരുമല്ല കേട്ടോ, ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് കുറേ ദിവസമായിട്ട് എൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്ന ന്യൂസ് അത്. ഈ ന്യൂസുകളൊന്നുമില്ല, വേറെയുമുണ്ട്. ഒരു കുഞ്ഞുമോനെ തല്ലിക്കൊന്ന കേസൊക്കെ ഉണ്ട്. ഇതൊന്നും ഒക്കെ നമ്മുടെ ഉറക്കം കെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അതുകൊണ്ട് ഈ കേസ് ഞാൻ തൽക്കാലം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ ആര് മറന്നാലും ഞാനിത് കൊണ്ടുവരും. ഇനി അതിൻ്റെ പേരിൽ എന്ത് വിഷയം വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറുമാണ്. ഓക്കെ, ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഏത് വിഷയം, ഇനി കുറേ പേര് പറയുന്നുണ്ട് അവർക്ക് ദൈവമില്ലാത്തതുകൊണ്ട്. ഈ കന്യാസ്ത്രീ തന്നെ പറഞ്ഞേക്കുന്നത് അവർക്ക് ദൈവത്തിൽ വിശ്വാസം, കന്യാസ്ത്രീയാണ് വേറെ ഏതോ ഒരുത്തനാന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്, അവർക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവം ആരാന്ന് മനസ്സിലാക്കണം. ഇനി നമ്മളുടെ ഉള്ളിലൊക്കെ നമ്മൾക്കൊക്കെ നിൽക്കുവാൻ, എന്നെപ്പോലെയുള്ളവർക്കൊക്കെ പിടിച്ചു നിൽക്കുവാനുള്ള ആ ഒരു കരുത്ത് എവിടുന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട്. അത് നിങ്ങൾ ഈ പറയുന്ന വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയിരുന്നാൽ കിട്ടത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ലലലലല വെക്കുന്നതല്ല അന്യഭാഷ. നല്ല ഒന്നാം തരത്തിൽ നന്നായിട്ട് സംസാരിക്കുവാൻ അന്യഭാഷ എന്ന് പറയുന്ന വലിയൊരു കൃപാവരം ദൈവാത്മാവ് തരും. അത് പ്രാപിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾക്ക് മറ്റുള്ളവരോട് സഹതാപം തോന്നത്തുള്ളൂ, മറ്റുള്ളവരോട് മനുഷ്യത്വം തോന്നത്തുള്ളൂ, മറ്റുള്ളവരോട് മനസ്സലിവ് തോന്നത്തുള്ളൂ, മറ്റുള്ളവരോട് കരുണ തോന്നത്തുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊന്ന് വിളിപ്പിക്കുവാനുള്ള കമൻറ്റുമായിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. സത്യമാണ്, അവർക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് അവർ നിരാശയിലേക്ക് പോയി. കാരണം എന്താണ്? സത്യദൈവത്തെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളത് കണ്ടെത്തുന്ന വഴികളെയൊക്കെ അടച്ചു കളഞ്ഞു. കാരണം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ആത്മീയ സന്തോഷം കടന്നു വരുന്നത്. അത് നിങ്ങൾ വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞാടുകൾ എന്ത് ചെയ്യുവാൻ പറ്റും? എനിവേ, ഇനി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, നേഴ്സുമാരെ വിൽപ്പന ചരക്കാക്കുന്ന പേരൻസിനോട് നിങ്ങളങ്ങനെ വിൽപ്പന ചരക്കാക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നിങ്ങൾ അവരെ വിൽപ്പന ചരക്കാക്കാൻ കണ്ടെടുത്തോട്ട് വിടരുത്. ഇനി മറ്റൊരു കാര്യം കൂടെ അതിനകത്തുണ്ട് കേട്ടോ. ഈ നമ്മുടെ എന്താ പറയുക, പെണ്ണുങ്ങളും തീരെ മോശമൊന്നുമല്ല. അമേരിക്കയിലും UK-ലും US-ലും ഒക്കെയുള്ള ചെറുക്കന്മാരെ കെട്ടിയിട്ട് അവിടെ ചെന്ന് PR ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവന്മാരെ വലിച്ചെറിഞ്ഞിട്ട് സായിപ്പന്മാരുടെ പുറകെ പോകുന്ന പെണ്ണുങ്ങളുമുണ്ട്. അത് മറ്റൊരു വശം തന്നെയാണ്. എനിവേ, എന്തായാലും നമ്മൾ മനുഷ്യരാകുക, മനുഷ്യത്വമുള്ളവരാകുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.